2022 ജൂലൈ മാസമാണ് അട്ടപ്പാടിയിൽ മല്ലികയെ വീടിന് മുന്നിൽ വെച്ച് ആന ചവിട്ടിക്കൊന്നത്. ജീവിത പങ്കാളി ശിവരാമന് ഫോറസ്റ്റിൽ വാച്ചറായി വനം വകുപ്പ് താൽക്കാലിക ജോലി നൽകി. പക്ഷേ എന്ത് സംഭവിച്ചു? കൃത്യമായി കൂലി കിട്ടുന്നില്ല. 4 മാസമായി ശിവരാമൻ അടക്കമുള്ള ഫോറസ്റ്റ് വാച്ചർമാർക്ക് വനം വകുപ്പ് ശമ്പളം നൽകിയിട്ട്. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കണ്ണും കൊണ്ട് കണ്ടതല്ല, അപ്പോൾ ഏതായാലും പേടിയുണ്ടാവും. ഈ ഇതുകൾക്ക് പിന്നെ വനമൃഗങ്ങളല്ലേ, ഏത് സമയത്ത് എപ്പോഴാണ് ഏത് വഴിക്കാണ് വരും, ഏത് വഴിക്ക് പോകുന്ന, അതുകൾക്ക് തന്നെ ഇതുണ്ടാവില്ല. അത് തോന്നിയമാതിരി വരെയല്ലേ. അപ്പോൾ അത് എപ്പോൾ ആണെങ്കിലും വരാം. അത് മന്ത്രി MLA ഒക്കെ വാഗ്ദാനം നിന്നിട്ട് പോയി എത്രയും പെട്ടെന്ന് വീട് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ അത് ഇന്ന് വരെ ഇല്ല. പിന്നെ ഞാൻ മന്ത്രിക്കൊക്കെ മുഖ്യമന്ത്രിക്കൊക്കെ കത്തെഴുതിയായിരുന്നു. അപ്പോൾ അവർ ഈ ലൈഫ് ഇതിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടച്ചുറപ്പുള്ളൊരു വീട്. അതെ, അപ്പോൾ പണ്ടില്ല എന്ന് പറയും. അതെ, ഭയമാണുള്ളിൽ. ഒരു നോക്ക് മാത്രമേ ആനയെ കണ്ടുള്ളൂ. അതിനുള്ളിൽ പാഞ്ഞെടുത്ത് തൻ്റെ പ്രിയതമയെ ചവിട്ടി അരച്ചു. വീടിൻ്റെ മുൻവശത്ത് വെച്ചാണ് മല്ലികയെ അന്ന് ആന ആക്രമിച്ചത്. അത് ഓർമ്മയുണ്ടോ? അന്നത്തെ ദിവസം എന്താണ് നടന്നത്? ഞങ്ങൾ രണ്ടാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന 2 മണി സമയമാണ്. ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ ബസ് എന്ന് വെച്ചിട്ട് നമ്മൾ എണിച്ച് വന്നപ്പോൾ ഭാര്യ ഇവിടെ നിന്നു. ഞാൻ അവിടെ പോയി നോക്കിയിട്ട് ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറിക്കോ എന്ന് പറഞ്ഞാൽ ആന ഇതിൽ കൂടി ഇങ്ങനെ നേരെ വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെയാണ് ചവിട്ടിയിട്ട് വീടും പൊളിച്ച്, ഈ പുതിയത് ഇട്ടിരിക്കുന്നത് പൊളിച്ച് ഈ വീടൊക്കെ അങ്ങോട്ട് ആക്കി ആക്രമിച്ചത്. ഇവിടെ വെച്ച് തന്നെ മരിച്ചു. എന്നിട്ട് ഞാനിത് തിരിച്ചു പോയിട്ട് ആരെങ്കിലും വിളിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കാരി കൂടിയിട്ട് അവന് പോകുമ്പോൾ എന്നെ തിരിച്ച് ഓടിക്കുകയാണ്. സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് മൊത്തം പൊളിച്ച് ഇങ്ങോട്ട് വന്നു. ഇതൊന്ന് താഴെ ഇറങ്ങി വീടിനുള്ളിലേക്ക് പൊളിക്കാൻ നോക്കി. ഇങ്ങനെ പൊളിച്ചതാണ്. പിന്നീട് ഒരിക്കലും ഈ വീടിന് മുന്നിൽ കാട്ടാനകൾ വന്നിട്ടില്ല. അതിനു മുൻപും അങ്ങനെ ഒരു ആനയെ അവിടെ കണ്ടിട്ടുമില്ല. പക്ഷേ പറക്കമുറ്റാത്ത മക്കളുടെ സുരക്ഷയോർത്ത് ഭയമുണ്ട് ശിവരാമന്റെ ഉള്ളിൽ. അതിനപ്പുറം തൻ്റെ ജീവിതത്തിന്റെ പാതിയായിരുന്ന മല്ലിക ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന സങ്കടവും. ജീവിതം നല്ല ബുദ്ധിമുട്ടിലാണ്. വീട്ടിലാളില്ല, എനിക്കും വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഫോറസ്റ്റിൽ ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ഒരു വാച്ചർ പണി കിട്ടിയിട്ടുണ്ട്. അതും വെച്ച് പോവാണ്. കുട്ടികൾ പഠിക്കുന്നുണ്ട്. ശമ്പളം എന്ന് പറഞ്ഞാൽ ഈ ഒരു 9 മാസം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു 5 മാസത്തെ കയറ്റി വിട്ടു. ഇനി 4 മാസത്തിന് ബെൻഡിങ് ഉണ്ട്. അപകടത്തിന് ശേഷം താൽക്കാലിക ജോലി സർക്കാർ നൽകിയ വിവരം എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ജോലിയിൽ നിന്ന് ശമ്പളം എന്ന് പറയാൻ എന്തെങ്കിലും കിട്ടിയിട്ട് 4 മാസമായി. ഇപ്പോൾ കൂലിയില്ലാതെ തട്ടിയും മുട്ടിയും ജീവിക്കാൻ ശിവരാമൻ പഠിച്ചു തുടങ്ങി. ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.